എന്തോ പറച്ചിലളിയാ പറയുന്നത്. ഞാൻ നിന്റെ സൈഡല്ലേ പുള്ളിയോട് പോകാൻ. എനിക്ക് കോളേജിൽ തന്നെ ഒരു സീറ്റ് കിട്ടി. ഈ കൊരങ്ങിക്ക് ഇവിടെ തന്നെയാണ് കിട്ടിയത്. ഓ, ഇവളില്ലാത്തതിന്റെ കുറവും കൂടെ ഉള്ളായിരുന്നു. ഇപ്പൊ തൃപ്തി. എടാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കും, ഞങ്ങൾ രണ്ടുപേരും കറങ്ങിയിട്ട് വരാം. എന്താടി അഞ്ചന മുഖം വല്ല വേദിയെ കുറിച്ച് ആലോചിച്ചിട്ടാണോ അവളിപ്പോ? എടി അവിടെ എന്താടി ഒരു ബഹളം? എടി വാ. അതെ, ഇവിടെ പ്രശ്നമാണ് തനിക്കെന്തോ? അതെ, ഈ തല്ലുണ്ടാക്കുന്ന നാടൻ കെട്ട്. എന്തായാലും നിവേദി ഫൈറ്റ് പൊളിച്ചു. ശരിയാടി, നമ്മൾ എന്താണ്ടൊക്കെയോ കണ്ടായിരുന്നു. എടി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കരുത്. ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലെ പെൺപിള്ളേരൊക്കെ ഒന്ന് വാങ്ങി നോക്കിട്ട് വരും. ഓ, ഇങ്ങനൊരു കോഴി. എടി നമുക്ക് അപ്പോഴേക്കും ചേട്ടൻ. നീ കുറച്ചൊന്നും മണ്ടയ്ക്കോട്ട് വേണേ. എനിക്കൊന്നും അറിയത്തില്ല അയാളായിരുന്നു. ഞാൻ അയാളുടെ കാറിന്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ചേ. ആ പുള്ളി ഇവിടുത്തെ പ്രൊഫസറാ. ഓ, ഇപ്പൊ വെല്ലടിച്ചതാണ്. അഞ്ജനയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം. എനിക്ക് എന്തിന്റെ വേടായിരുന്നു. എടി അഞ്ജന അങ്ങോട്ട് നോക്കിയ സാർ. ഈ ക്ലാസ്സിലാണ് ഇവളുള്ളത്. നമുക്ക് ഞാൻ കാണിച്ചു കൊടുക്കാൻ. സാറ് നിന്നെ കുറെ നേരമായി നോക്കുന്നു. സാറിനെ കുറിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്യാവോ എല്ലാവർക്കും വേണ്ടി? ഞാൻ ഗൗതം, നിങ്ങളുടെ പുതിയ പ്രൊഫസറാണ്. ആ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന സെക്കൻഡ് ലാസ്റ്റ് വൺ. തനിക്ക് എന്താണോ മിണ്ടായിരിക്കും അറിഞ്ഞൂടെ? അറ്റ്ലീസ്റ്റ് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പോലും അറിഞ്ഞൂടാ. തനിക്ക് ഞാൻ എന്തായാലും ഒരു പണിഷ്മെന്റ് തരും. തന്റെ പേരെന്താ? അപ്പൊ അഞ്ജന ഒരു 2000 ടൈംസ് എഴുതിയിട്ട് എന്നെ കൊണ്ട് കാണിച്ചിട്ട് താൻ വീട്ടിൽ പോത്തുള്ളൂ. അപ്പൊ താൻ പോയാൽ മതി വീട്ടിലോട്ട്. അപ്പോൾ സ്റ്റുഡൻസ്, ഞാൻ നാളെ തൊട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും. മോളെ അഞ്ജന, പുള്ളി നിനക്ക് നല്ല പണിയാണല്ലോ. നന്നായി. നീ ഒന്ന് പോടാ. അഞ്ജന, ആ പുള്ളിക്ക് എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. അയക്ക് വല്ല പ്രേമമല്ലാണോ നിന്നോട്? ഒന്ന് കരുനാക്ക് വളയ്ക്കാതിരിക്കാവോ? എടി, നീ എന്തിനാ എൻ്റെ ഗൗതം സാറിനെ നോക്കുന്നത്? ഗൗതം സാർ എൻ്റെ അല്ല, നിന്റെ അല്ല. അയ്യടാ, നീ വേണമെങ്കിൽ കെട്ടിക്കേനി. ഞാനിപ്പോ എന്താ ജാടയടി. ജാടത്തിണ്ട്. എടി അഞ്ജന, നീ ഇതുവരെ എഴുതി കഴിഞ്ഞില്ലേ? ഏതാണ്ട് കഴിയാറായി. എടാ, നീ അവളുടെ മൂടൊന്ന് ചേഞ്ച് ചെയ്യാൻ. നീ കോളേജ് ക്യാമ്പസ് മൊത്തം ചുറ്റി കാണിച്ചിട്ടോ. അഞ്ജന, നീ ഇങ്ങനെ പുള്ളിയുടെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആവരുത്. നമുക്ക് റൂഫ് ടോപ്പിലോട്ട് പോകും. എടാ, നിന്റെ തലയിൽ എന്താ പൊടി ഇരിക്കുന്നു, ഞാൻ തുടച്ചു തരാം. താങ്ക്സ് എടി. ഇവിടെ ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? എടാ, എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കണം. നീ പൊക്കോ. ഓക്കേടി, ശരി. നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കും. ഇപ്പൊ കുറച്ച് ആശ്വാസം കിട്ടി. നീ താഴോട്ടോ. താനിതെന്താടോ ഇവിടെ? തനിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല സാർ, കണ്ടിട്ട് മനസ്സിലായില്ല. നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ? നിന്നെ ഞാൻ മനസ്സിലാക്കി തരാം. താൻ തന്നെ കഴപ്പം കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്ക്. വന്നാ നീ എന്തോ നീ ഇപ്പൊ കണ്ടോ?
എനിക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നെ തന്നെ. ഇപ്പോൾ നിനക്ക് മനസ്സിലായി ഗൗതം ആരാണ്? സാർ എന്റെയാണ് സാർ നിങ്ങളോട് എന്ത് തെറ്റാ മോളെ സാർ? അഞ്ജന, എൻ്റെ ക്ലാസ് പ്രൊഫസറായി ഞാൻ നിന്നെ കാണിച്ചു ഈ വർഷം മുഴുവൻ. ഇപ്പം ഇവിടെ നടന്ന കാര്യം ഞാൻ പുറത്താരെങ്കിലും അറിയാതെ നിനക്ക് ഇല്ല സാർ, ഞാൻ ആരോടും പറയില്ല. അന്നെങ്കിൽ തനിക്കുള്ള